السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. മനുഷ്യജീവിതം എന്നുള്ളത് സന്തോഷവും സന്താപവും ഇരകലർന്നതാണ്. വെറും സന്തോഷം മാത്രം ഒരിക്കലും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ എപ്പോഴും ദുഃഖത്തിലായി ടെൻഷനിലായി കഴിയുക എന്നൊരവസ്ഥയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു കയറ്റത്തിനൊരിറക്കം എന്ന് പറഞ്ഞതുപോലെ ഒരു സന്തോഷത്തിനൊരു ദുഃഖവും നമ്മെ തേടി വന്നേക്കാം. എങ്കിലും എല്ലാ വിഷയങ്ങളിലും ചില ആളുകൾ ടെൻഷൻ അടിക്കുന്ന ആയി കാണാൻ സാധിക്കും. എപ്പോഴും ഏത് പ്രയാസത്തിലും ഏത് പ്രതിസന്ധിയിലും ടെൻഷൻ അടിച്ചുകൊണ്ട് ദുഃഖത്തോടെ കഴിയുന്ന പലരെയും നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ആളുകൾക്ക് അവിടെ വിഷമം ദുഃഖങ്ങൾ നീങ്ങിക്കിട്ടാനും ധാരാളം മരുന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക വഴി ഏകദേശം ടെൻഷനുകളൊക്കെ മാറിക്കിട്ടാൻ അത് നമ്മെ സഹായിക്കും. ഹബീബായ സയ്യിദുൽ വജൂദ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞതായി ഇമാം അബൂദാവൂദ്, തുർമുദി തുടങ്ങിയ മുഹദ്ദിസുകൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്നതായി കാണാം. മൻ ലസിമൽ ഇസ്തിഗ്ഫാറ യകൂനു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ദീഖിൻ മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വല്ലൊരുത്തരും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ, ലാസിമായി കൂടെ കൊണ്ടു നടന്നാൽ, യകൂൻ ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, അയാളുടെ എല്ലാ ടെൻഷനുകളും എല്ലാ മാനസികമായ ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അത് അദ്ദേഹത്തിൽ നിന്ന് മാറിക്കിട്ടും. അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഇസ്തിഗ്ഫാർ അയാളെ സഹായിക്കും. അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്നുള്ള ഈ വാചകം അർത്ഥമറിഞ്ഞുകൊണ്ട് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരാൾ പതിവാക്കി ചൊല്ലിയാൽ അയാളുടെ ഏത് വിഷമങ്ങളാണെങ്കിലും ഏത് പ്രയാസങ്ങളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് അതിൽ നിന്നൊരു മോചനം നൽകി റാഹത്തുള്ള സന്തോഷമുള്ളൊരു അവസ്ഥ അദ്ദേഹത്തിന് അല്ലാഹു തആല നൽകും. അതുപോലെ തന്നെ ഏതൊരുത്തരും നേരിടുന്ന മറ്റൊരു പ്രയാസമാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായ ശേഷിയില്ലാതെ, കടം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട്, ജോലിയില്ലാതെ, അങ്ങനെ തുടങ്ങിയ പലജാതി പ്രശ്നങ്ങൾ സാമ്പത്തികമായി തന്നെ ഞെരുക്കം കൊണ്ട് നേരിടുന്ന എത്രയോ ആളുകളുണ്ട്. അവരോട് മുത്തുനബി തങ്ങൾ പറഞ്ഞതെന്താ? നിങ്ങൾ ഇസ്തിഗ്ഫാർ പതിവാക്കിക്കോ. ഇസ്തിഗ്ഫാർ പതിവാക്കുക വഴി വയകൂനു ലഹു മിൻ കുല്ലി ദീഖിൻ മഖ്റജ, അയാളുടെ എല്ലാ ക്ലേശങ്ങളും എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അദ്ദേഹത്തിന് നീങ്ങിക്കിട്ടാൻ ഇസ്തിഗ്ഫാർ അയാൾക്ക് സഹായകമാകും. അതുപോലെ തന്നെ യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അയാൾ കണക്കാക്കാത്ത, അയാൾ ചിന്തിക്കാത്ത രൂപത്തിലൂടെ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും കുടുംബത്തിനും ഭക്ഷണം അതുപോലെ തന്നെ മറ്റ് സമ്പാദ്യങ്ങളൊക്കെ നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കും. ഇസ്തിഗ്ഫാർ പതിവാക്കുകയാണ് ഇതിന് വേണ്ടതെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇസ്തിഗ്ഫാർ പതിവാക്കുക വഴി ധാരാളം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ഖുർആൻ തന്നെയും നമ്മോട് പറഞ്ഞതാണ്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയംദുദുകും ബിഅംവാലിൻ വബനീൻ. ഖുർആൻ സൂറത്ത് നൂഹിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുക വഴി അല്ലാഹു തആല നമുക്ക് മഴ നൽകും. അതുപോലെ തന്നെ സന്താനമില്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല സന്താനങ്ങൾ നൽകും. സാമ്പത്തികമായ പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ സാമ്പത്തികമായുള്ള പുരോഗതി അല്ലാഹു തആല ഇസ്തിഗ്ഫാർ പതിവാക്കുക വഴി നൽകുമെന്ന് ഖുർആൻ തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിനെ ഓർക്കാനുള്ള, അള്ളാഹുവിനെ സ്മരിക്കാനുള്ള ഇസ്തിഗ്ഫാർ. അതിങ്ങനെ പതിവാക്കുക വഴി നമ്മുടെ ഏതേത് പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അത് പരിഹാരമായി തീരുമെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുർആൻ തന്നെയും നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഖൈറായ പരിഹാരങ്ങൾ നൽകി നമ്മെ സന്തോഷത്തിലും റാഹത്തിലുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.